തിരുവനന്തപുരം വർക്കലയിൽ ലഹരി മാഫിയകൾ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. വെട്ടൂർ സ്വദേശികളായ ഹായിസ്, നൂഹു, സെയ്ദാലി, ജസീം എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, ഈ കേസിൽ തിരുവനന്തപുരം വർക്കലയിൽ ലഹരി മാഫിയകൾ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് പ്രതികൾ പിടിയിലായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. വർക്കലയിലാണ് ലഹരി മാഫിയകൾ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസുണ്ടായത്. ഈ സംഭവത്തിലെ പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. അറസ്റ്റിലായവർ ഹായിസ്, നൂഹു, സെയ്ദാലി, ജസീം എന്നിവരാണ് പിടിയിലായ പ്രതികൾ. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ലഹരി മാഫിയകൾ വർക്കലയിൽ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിൽ പ്രതികൾ പോലീസിൻ്റെ വലയിലായിട്ടുണ്ട്. ഇവരെ വർക്കലയിൽ ലഹരി മാഫിയകളാണ് ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ശ്രീനന്ദ കേൾക്കാമെങ്കിൽ, വെട്ടൂർ സ്വദേശികളായ ഹായിസ്, നൂഹു, സെയ്ദാലി, ജസീം എന്നിവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ ശ്രീനന്ദ. വർക്കലയിൽ കഴിഞ്ഞ ദിവസം ഡിസംബർ 25-ാം തീയതിയാണ് ഷാജഹാനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. ലഹരി മാഫിയ സംഘത്തിനെതിരെ പോലീസിൽ പരാതി നൽകി എന്നുള്ള കാരണത്താലാണ് അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. അദ്ദേഹവും സുഹൃത്തും അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ആദ്യം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലായിരുന്നെങ്കിലും പിറ്റേ ദിവസം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴേക്കും ഷാജഹാൻ മരണപ്പെടുകയായിരുന്നു. അതിൽ ഒന്നാം പ്രതി വെട്ടൂർ സ്വദേശിയായ ആഷിറിനെ അന്നേ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ബാക്കി 4 പ്രതികളെ ഇന്നലെയാണ് തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ ശ്രമിച്ച അവരെ പോലീസ് അതിസാഹസികമായി പിടികൂടിയിരിക്കുന്നത്. ഇന്നലെ പിടികൂടിയ ഹായിസ്, നൂഹു, സെയ്ദാലി, ജെയിംസ് എന്നിവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. വർക്കലയിൽ ലഹരി മാഫിയ സംഘങ്ങളുടെ വിളയാട്ടം അതിശക്തമായി തുറന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരെ പ്രതികരിച്ചതിനാണ് ഇങ്ങനെയൊരു സംഭവം അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. വിനോദ്, വർക്കലയിൽ ലഹരി മാഫിയകൾ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് പ്രതികൾ പിടിയിലായിട്ടുള്ളത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദ.